യഥാർത്ഥ ദൈവത്തെ അറിയാൻ എന്തെങ്കിലും വഴികളുണ്ടോ? അതാണ് ധ്യാനത്തിലൂടെ എല്ലാവരും മനസ്സിലാക്കുന്നത്. ആ മനസ്സോട്ട് കോൺടാക്ട് ചെയ്യണം. അത്ര ഈ ശിവൻ, ബ്രഹ്മാവ്, വിഷ്ണു എന്നൊക്കെ പറയുന്ന ഏറ്റവും ഹൈ ഡയമെൻഷനിൽ നിന്നുകൊണ്ട് ശിവനും മഹാദേവനും ഒക്കെ ഏലിയൻസ് ആണോ? ശിവനും അവര് ഈ ദൈവത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ട് നമ്മൾ അങ്ങനെ പറയണതാണ്. ഗാലക്സികൾ കംപ്ലീറ്റ് നിയന്ത്രിക്കുന്ന ലെവലിലുള്ള അമാനുഷികരായിട്ടുള്ള ശക്തികളാണ് നമ്മൾ ഈ കാണുന്ന ഈ കൊച്ചു ശക്തികളെല്ലാം ഈ ഇവിടെ എല്ലാം നമ്മളെ നിയന്ത്രിക്കുന്നത്. അപ്പൊ നമ്മൾ ആരാധിക്കുന്ന ഏലിയൻസിനെയാണോ? ശരിക്കും പറഞ്ഞാൽ ഏലിയൻസ് എന്താണ്? മനുഷ്യരല്ലാത്ത മറ്റ് അദൃശ്യ ശക്തികൾ. ഇതാണ് നമ്മൾ ഏലിയൻസ് എന്ന് പറയുന്നത്. ലൈറ്റ് തരംഗത്തെക്കാട്ടി സ്പീഡിൽ വാഹനത്തിൽ പെട്ടെന്ന് ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ കണ്ണിൽ പ്രകാശത്തിൽ നിന്ന് എവിടെ നിന്നോ പ്രത്യക്ഷമായിട്ട് വരുന്നിട്ട് നമുക്ക് തോന്നുള്ളൂ. ഈജിപ്തുകാർ ഇപ്പോഴും കാത്തിരിപ്പുണ്ട്. അവരെ നിയന്ത്രിച്ച ദൈവം ഇനിയും വരുമെന്നും പറഞ്ഞു. അമാനുഷികരാണ് നമ്മൾ പറയുന്നത്. അവരിപ്പോഴും നമ്മുടെ ചുറ്റും ഇപ്പോഴും ഉണ്ട്. നമ്മൾ അകക്കണ്ണുകൊണ്ട് നമുക്ക് കാണാമെന്ന്. അത് വേണ്ടത് മരിച്ച ആൾക്കാർ ഫോർത്ത് ഡയമെൻഷനിൽ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ ഇവിടെ. പട്ടിക്കും പൂച്ചയ്ക്കും കാണാമല്ലോ. അപ്പൊ അവർക്ക് വേറെ ഡയമെൻഷനിലേക്ക് പോകാൻ കഴിയുമോ? അവര് അവരുടെ മുകളിലത്തെ ഡയമെൻഷൻസിലുള്ള ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന ശക്തികൾ ഇപ്പം നമ്മളെ നിയന്ത്രിക്കുന്ന കൂടുതലും ഫോർത്ത് ഡയമെൻഷൻസ് ആണ്. നമ്മൾ ആത്മാവിന് സെവൻത് ഡയമെൻഷൻ വരെ കാണാനുള്ള കഴിവുണ്ടെന്ന്. കാരണം ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ ആ പവർ സൃഷ്ടാവാൻ ദൈവത്തിൽ നിന്ന് വന്നേക്കുന്നതാണ്. ഇത് നമ്മുടെ ഉള്ളിലുണ്ട്. ഇതിന്റെ സഹായത്താൽ നമ്മുടെ ആത്മീയ കണ്ണുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങ് അറ്റം വരെ വേണമെങ്കിലും കാണാം. ഒരു കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നില്ല. എത്ര തോന്നിയാസത്തിൽ ജീവിച്ചിട്ടും ഹാപ്പി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവൻ വിചാരിച്ചോളണം അവൻ പൈശാചിക ശക്തികളുടെ നിയന്ത്രണത്തിലാണ്. അവർ കൊണ്ടുപോയിക്കോളൂ. യഥാർത്ഥ ദൈവത്തെ അറിയാൻ എന്തെങ്കിലും വഴികളുണ്ടോ? അതാണ് ധ്യാനത്തിലൂടെ എല്ലാവരും മനസ്സിലാക്കുന്നത്. ആ മനസ്സോട്ട് കോൺടാക്ട് ചെയ്യണം. അത്ര നമ്മളെ മനസ്സും നമ്മുടെ ഉപബോധ മനസ്സും പ്രകൃതി മനസ്സുമായിട്ട് കോൺടാക്ട് ചെയ്താൽ ഞാൻ ഈ പറയുന്ന പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ കിട്ടും. അങ്ങനെയൊക്കെ എവിടെ നിന്നാണ് ഈ അറിവുകൾ കിട്ടുന്നത്? ഇങ്ങനെ തന്നെ കിട്ടും. എനിക്ക് എൻ്റെ അനുഭവിച്ചാൽ പറഞ്ഞില്ല, കൊച്ചു കുട്ടിയായിരിക്കുമ്പോഴേ എൻ്റെ ഉള്ളിലൂടെ ആരോ ഇങ്ങനെ ഇടപെടുന്ന പോലെ അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാരെന്ന് അന്വേഷിച്ചാണ് ഞാൻ അവസാനം ഈ വിധ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുന്നത്. അതും ഒരു നെഗറ്റീവ് എനർജി ആയിക്കൂടെ? ആയിരിക്കും, എനിക്കറിയണ്ട. പക്ഷേ ആ നെഗറ്റീവ് എനർജിന് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൊറോണ വന്നതിന് മുമ്പും ഇങ്ങനൊരു സാധനം വരുമെന്നും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യാധി ഇപ്പം എല്ലാം വരാൻ പോവുകയാണ്, പ്രശ്നം ലോകം മൊത്തം അറസ്റ്റ് ചെയ്യും. കാര്യം എൻ്റെ അടുത്ത് എന്നോട് ഇടപെടുന്ന ആ ശക്തി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകം മൊത്തമുള്ള സകലമാന ആരാധനാലയങ്ങൾ ഞാൻ ഒന്നിച്ച് പൂട്ടിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസം എങ്ങനെ നടക്കും? ലോകത്തുള്ള സകലമാന ആരാധനാലയങ്ങൾ ഒന്നിച്ച് പൂട്ടണം, അതെങ്ങനെ സംഭവിക്കും? അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു അടയാളം കാണും, ഒരു തെളിവ് കിട്ടണം. കാര്യം ഞാൻ അന്ന് ഈ ആൾക്കാരുടെ ഇതൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കിങ്ങനെ വിശ്വസിക്കാൻ പറ്റും. എന്നോട് ആരോ എന്തോ പറയുന്നു, എന്നെ എന്തോ കാണിച്ചു തരുന്നു, അതൊക്കെ നിയന്ത്രിക്കുന്നു, ഏലിയൻസിനെ കാണിച്ചു തരുന്നു, ഭൂമി വരുന്നു, ഒരുപാട് കാഴ്ചകൾ. അപ്പോൾ എനിക്കിത് പറഞ്ഞു തരുന്നത് ഏതോ നെഗറ്റീവായിട്ടാണ് ഞാനും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ അറിവ് വെച്ചെന്ന്. പിന്നെയാണ് ഇത് നെഗറ്റീവോ പോസിറ്റീവോ, പുള്ളിക്ക് എന്തായാലും ഭൂമി മൊത്തം നിയന്ത്രിക്കാൻ പറ്റും എന്ന സത്യം എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് ഈ കൊറോണ വന്നത്. അപ്പോൾ എനിക്ക് തെളിവ് കിട്ടി. അതിനുശേഷമാണ് ഞാൻ ശരിക്കും പബ്ലിക്കായിട്ട് അറിയാമെന്നുള്ളതൊക്കെ പറയാൻ തുടങ്ങിയത്. ഇങ്ങനെയൊക്കെ സംഗതികളുണ്ട്, കാലഘട്ടം മാറി, ഇനി സ്ട്രിക്റ്റാണ്. പ്രകൃതി എന്നാണ് എന്നെ സംസാരിക്കുന്നത്. പ്രകൃതി നിലനിർത്തുന്ന ആ മനസ്സിലൂടെയാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. പിന്നെ എൻ്റെ പഴയ ജന്മങ്ങൾ പലതും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കാര്യങ്ങൾ പിടികിട്ടി. അപ്പോൾ ഇതൊക്കെ ഉള്ളതാണ് സംഭവം. എനിക്ക് ശരിയുണ്ട്. ഇപ്പോൾ ഈ ജന്മത്തിൽ കിട്ടണമല്ല എനിക്കിത്. മുൻ ജന്മങ്ങളിൽ ഈ കോൺടാക്ട് എനിക്കുണ്ടായിരുന്നു. ഈ ജന്മത്തിൽ ആ കോൺടാക്ട് ചെറുതിൽ എനിക്കുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വാണിംഗ് കൊടുക്കുക. കാലഘട്ടം മാറി. 2012 മുതൽ ഇനി അങ്ങോട്ട് സ്ട്രിക്റ്റാണ്. 2028 മുതൽ ഇപ്പോൾ ഉള്ളതിൻ്റെ 7 ഇരട്ടി സ്ട്രിക്റ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുവരെ ഇങ്ങനെ അടയാളങ്ങൾ വന്ന് ഇതൊക്കെ മനുഷ്യരെ മനസ്സിലാക്കിച്ച് കൊടുക്കുന്നതാണ്. നിങ്ങൾ ദൈവം എന്ന് പറഞ്ഞ് പോണതും ഈ കിടന്ന് മറ്റേ കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കാൻ വേണ്ടി നടക്കുന്നത് ഇതൊന്നും സക്സസ് ആവൂല, ഇതൊന്നും അല്ല എന്ന് ജനങ്ങളെ പഠിപ്പിക്കണമാണ് ഈ പരിപാടികളെല്ലാം നടക്കുന്നത്. ഇത് പണ്ടേ പഠിപ്പിച്ചുകൊണ്ടിപ്പോണ്ട്, ഇനി അത് കൂടി വരും. ഇതാണ് എൻ്റെ ഡ്യൂട്ടി. മാക്സിമം ആൾക്കാർ ഈ സത്യം അറിയിക്കുക, രക്ഷപ്പെടട്ടെ. എല്ലാവരും പ്രകൃതിയുടെ രഹസ്യം എന്താണ് എന്ന് അന്വേഷിച്ച് നടക്കുന്ന ആളുകളാണ്. പ്രകൃതിയുടെ രഹസ്യം എന്താണ് എന്ന് എപ്പോഴെങ്കിലും? പ്രകൃതിയുടെ എന്ത് രഹസ്യം? ഈ മനുഷ്യ സൃഷ്ടി എന്ന് പറയുന്നത് നമ്മളെ 3 ഡയമെൻഷൻ മാത്രം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സൃഷ്ടിയാണ് ഈ മനുഷ്യ സൃഷ്ടി. ഫോർത്ത് ഡയമെൻഷൻ ആസ്വദിക്കുകയും ഫോർത്ത് ഡയമെൻഷൻ സഞ്ചരിക്കുകയും ചെയ്യുന്ന സൃഷ്ടി വേറെ ഉണ്ട്. അവരെ നമുക്ക് അനുഭവിക്കാനോ കാണാനോ പറ്റില്ല. പക്ഷെ അവർക്ക് വേണമെങ്കിൽ 3 വന്ന് നമ്മളായിട്ട് മിങ്കിൾ ചെയ്തിട്ട് പോവാം. അവർക്കും അറിഞ്ഞൂടെ പ്രകൃതിയുടെ സൃഷ്ടി എന്താണ്. ഇനി അവരെ നിയന്ത്രിക്കുന്ന അതിസൂക്ഷ്മമായിട്ടുള്ള 5th ഡയമെൻഷനിലുള്ള സാധനങ്ങളും സംഗതികളും നമുക്ക് ചുറ്റുമുണ്ട്. എവർക്കും അറിഞ്ഞൂടെ സൃഷ്ടി എന്താണ്. അങ്ങനെ മുകളിലോട്ട് പോയി ഈ ശിവൻ, ബ്രഹ്മാവ്, വിഷ്ണു എന്നൊക്കെ പറയുന്ന ഏറ്റവും ഹൈ ഡയമെൻഷനിൽ നിന്നുകൊണ്ട് ആ സൃഷ്ടാവ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം സൃഷ്ടി, സ്ഥിതി, സംഹാരം ചെയ്യുന്ന പ്രധാന ഏലിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പ്രധാന ദേവന്മാരെന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് പോലും സൃഷ്ടി രഹസ്യം അറിഞ്ഞൂടാ. അപ്പോൾ ശിവനും മഹാദേവനും ഒക്കെ ഏലിയൻസ് ആണോ? അവര് ഈ ദൈവത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ട് നമ്മളങ്ങനെ പറയണതാണ്. അവരൊക്കെ നമ്മുടെ
ഗാലക്സികൾ കംപ്ലീറ്റ് നിയന്ത്രിക്കുന്ന ലെവലിലുള്ള അമാനുഷികരായിട്ടുള്ള ശക്തികളാണ്. അവരിലൂടെയാണ് അതിന് തൊട്ട് താഴെ കുറേ കൊച്ചു ശക്തികൾ വരും, അതിന് തൊട്ട് താഴെ കൊച്ചു കൊച്ചു ശക്തികൾ, ഇങ്ങനെ വന്നാണ് നമ്മൾ ഈ കാണുന്ന ഈ കൊച്ചു ശക്തികളെല്ലാം ഇവിടെ എല്ലാം നമ്മളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരാധിക്കുന്ന ഏലിയൻസിനെയാണോ? ശരിക്കും പറഞ്ഞാൽ ഏലിയൻസ് എന്താണ്? മനുഷ്യരല്ലാത്ത മറ്റ് അദൃശ്യ ശക്തികൾ. ഇതാണ് നമ്മൾ ഏലിയൻസ് എന്ന് പറയുന്നത്. ഒന്നും വേണ്ട, ഇപ്പോൾ ബൈബിളിൽ തന്നെ അന്നത്തെ പ്രവാചകൻ 4000-5000 വർഷം മുമ്പുള്ളൊരു പ്രവാചകൻ ദൂതനെ കണ്ടു എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇപ്പം നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഏലിയൻ ഷിപ്പാണെന്ന്. അന്ന് അവർക്ക് അറിഞ്ഞൂടല്ലോ ഈ ഏലിയൻ ആകാശത്തു നിന്ന് വരുന്നു, മനുഷ്യരൂപത്തിലുള്ള ആരോഗ്യം അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്, കറങ്ങുന്ന ചക്രങ്ങൾ, 4 സൈഡ് ചക്രങ്ങളുണ്ട്, ഈ ചക്രങ്ങളുടെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ കൂടെ പോകും എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ണുകൾ, ചുറ്റും കണ്ണുകളുണ്ട്, പ്രകാശമുണ്ട്, ലൈറ്റ് അടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞൊക്കെ പല പ്രവാചകരും പല കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നതാണ്. ഇന്ന് കണ്ടാൽ നമുക്കറിയാം ഇത് വേറെ അവിടെ നിന്ന് വന്ന എന്തോ സാധനമാണ്. പണ്ടത്തെ മനുഷ്യരും ഇപ്പോൾ മറ്റ് ഡയമെൻഷനിൽ നിന്ന് മറ്റേ ലൈറ്റ് തരംഗത്തെക്കാട്ടി സ്പീഡിൽ വാഹനത്തിൽ പെട്ടെന്ന് ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ കണ്ണിൽ പ്രകാശത്തിൽ നിന്ന് എവിടെ നിന്നോ പ്രത്യക്ഷമായിട്ട് വരുന്നിട്ട് നമുക്ക് തോന്നുള്ളൂ. അങ്ങനെ വന്ന് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ദൈവം, ഈജിപ്തുകാർ ഇപ്പോഴും കാത്തിരിപ്പുണ്ട്, അവരെ നിയന്ത്രിച്ച ദൈവം ഇനിയും വരുമെന്നും പറഞ്ഞു. ഇതൊക്കെ മറ്റ് ഗ്രഹങ്ങളിൽ നമ്മളെക്കാട്ടിലും ടെക്നോളജി വികസിച്ച 4th-ലും 5th-ഉം ഡയമെൻഷൻസ് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള അമാനുഷികരാണ് നമ്മൾ പറയുന്നത്. അവരിപ്പോഴും നമ്മുടെ ചുറ്റും ഇപ്പോഴും ഉണ്ട്. നമ്മൾ കണ്ണുകൊണ്ട് നമുക്ക് കാണാമെന്ന് അത് വേണ്ടത് മരിച്ച ആൾക്കാർ 4th ഡയമെൻഷനിൽ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. ഇവിടെ പട്ടിക്കും പൂച്ചയ്ക്കും കാണാമല്ലോ. അത് കണ്ടു കിടന്ന് വേളമ്മയ്ക്ക് ഓരിയുടെ ജനമുണ്ട്. മരണപ്പെട്ട ആത്മാക്കൾ, ദുർമരണപ്പെട്ടവനെയൊക്കെ ഇവിടെ കിടന്ന് കറങ്ങിയാണ് ആഗ്രഹം തീരാതെ ഇവിടെയൊക്കെ നമുക്കത് കണ്ണുകൊണ്ട് നമുക്ക് കാണാം. അപ്പൊ അവർക്ക് വേറെ ഡയമെൻഷനിലേക്ക് പോകാൻ കഴിയുമോ? അവരുടെ മുകളിലത്തെ ഡയമെൻഷൻസിലുള്ള ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന ശക്തികൾ ഇപ്പൊ നമ്മളെ നിയന്ത്രിക്കുന്ന കൂടുതലും 4th ഡയമെൻഷൻസ് ആണ്. 4th ഡയമെൻഷനിലെ അദൃശക്തികളെ നിയന്ത്രിക്കുന്നത് 5th ഡയമെൻഷനിലുള്ളതാണ്. 5th-ലാണ് നിയന്ത്രിക്കുന്നത്, അതിനെ മുകളിലോട്ടാണ് ഇങ്ങനെ പോണത്. അപ്പോൾ 4th-ലുള്ളവരെ നിയന്ത്രിക്കുന്നതല്ല അതിന് മുകളിലോട്ടുള്ള ഡയമെൻഷനിൽപ്പെട്ടവരാണ്. അപ്പോൾ എത്ര ഡയമെൻഷൻ ഉണ്ടാകും? പോസിറ്റീവായിട്ടൊരു 7-ഉം നെഗറ്റീവായിട്ടൊരു 7-ഉം. ഇതാണോ പലപ്പോഴും നമ്മൾ ഈ പുരാണങ്ങളിലൊക്കെ പറയുന്നത് 7 സ്വർഗം 7 നരകം എന്ന് പറഞ്ഞാൽ ഓരോ തലങ്ങളാണ്. ഇത് അന്നൊന്നും പറയാൻ പറ്റില്ല, ഡയമെൻഷൻസ് എന്താണെന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ. ഇപ്പോഴും ആർക്കും അറിഞ്ഞൂടാ, നമുക്കറിയാൻ പറ്റില്ല. ഇപ്പോഴും ചുമ്മാ ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ. നമുക്കറിയാൻ ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. തെളിവോടെ? കാരണം 3 ഡയമെൻഷനിൽ മനുഷ്യന് 4th-ന്റെ ഒന്നും പിടിയിട്ടില്ലാന്ന് അവർക്കെങ്ങനെ തെളിവ് കിട്ടും? അപ്പോൾ ഈ ജീവികൾ ഏത് ഡയമെൻഷനിലാണ്? നമ്മുടെ ചുറ്റിനുള്ള നമ്മൾ ഈ കാണുന്നത്, നമുക്ക് ഈ ഭൂമിയിലുള്ള നമ്മൾ ഈ കാണുന്ന സാധനങ്ങളെല്ലാം 3 ഡയമെൻഷൻ. നമുക്ക് എന്താ കാണാൻ പറ്റുന്നു അതെല്ലാം 3 ഡയമെൻഷനുള്ളതാണ്. ഈ ആത്മാക്കളെ കാണുന്ന മനുഷ്യരൊക്കെയോ? നമ്മൾ ആത്മാവ് കൊണ്ട് കാണാം. നമ്മൾ ആത്മാവിന് 7th ഡയമെൻഷൻ വരെ കാണാനുള്ള കഴിവുണ്ടെന്ന്. കാരണം ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ ആ പവർ സൃഷ്ടാവാൻ ദൈവത്തിൽ നിന്ന് വന്നേക്കുന്നതാണ്. ഇത് നമ്മുടെ ഉള്ളിലുണ്ട്. ഇതിൻ്റെ സഹായത്താൽ നമ്മുടെ ആത്മീയ കണ്ണുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങ് അറ്റം വരെ വേണമെങ്കിലും കാണാം. നമ്മൾ അത്രയും ആത്മീയമായിട്ട് വളർന്നു വരണം, എനിക്ക് കാണാൻ പറ്റും. 7 ഡയമെൻഷൻ വരെ നമുക്ക് കാണാൻ കഴിയും. അത് സൃഷ്ടാവ ദൈവത്തിൻ്റെ തൊട്ട് കീഴ് വരെ കാണാൻ പറ്റും. ആ സൃഷ്ടാവ ദൈവത്തെ മാത്രം അറിയാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ്? അതാണ് രഹസ്യം. അത്രേ പറ്റൂ. അതിനപ്പുറത്തോട്ട് കാണാൻ പറ്റൂല. കാരണം ഇപ്പം സൃഷ്ടാവ ദൈവം ഇരിക്കുന്നത് ഈ 7ാമത്തെ ഡയമെൻഷൻ്റെ മുകളിലാണെന്ന് വെച്ചോ. അപ്പോൾ തൊട്ട് മുകളിൽ 8 ഡയമെൻഷൻ ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ 8-ലുള്ള ആ ദൈവം സൃഷ്ടിച്ച സാധനങ്ങളെല്ലാം 7-ലാണ്. അപ്പം നമ്മൾ 3-ലാണ്. നമുക്ക് 4 കാണാൻ പറ്റുമോ? ഇല്ല. അതേപോലെ 7, 8 കാണാൻ പറ്റൂല. അപ്പം നമ്മൾ സൃഷ്ടിച്ചേക്കണത് മാക്സിമം 7 വരെ. അത്രയും സൃഷ്ടിയുള്ള നമ്മൾ അത്രയും സൃഷ്ടിച്ചു. അത് നമ്മൾ ആത്മാവിൻ്റെ. അതിനപ്പുറത്തോട്ട് പറ്റില്ല. ഇപ്പം നമ്മളിപ്പം ഭയങ്കര ദൈവം എന്ന് പറഞ്ഞ ഭക്തിയിൽ മരിച്ചാൽ പോലും നമ്മൾ ആത്മാവ് ഒന്നുകിൽ ഏറ്റവും ഹൈയിലുള്ള പോസിറ്റീവിലോട്ട് പോകും, ഇല്ലെങ്കിൽ നെഗറ്റീവിലോട്ട് പോകും. പിടിയിട്ടുള്ള അതിന് മുകളിലോട്ട് നമുക്കും പോകാൻ പറ്റില്ല. നമുക്കൊന്നില്ലെങ്കിൽ പോസിറ്റീവ്, ഇല്ലെങ്കിൽ നെഗറ്റീവ്, ഇല്ലെങ്കിൽ ഈ അസുരന്മാർ അല്ലെ പൈശാചക്കൾ, ഇവരെല്ലാം ഇങ്ങോട്ടേ നമുക്കും പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും ഹൈ എപ്പോഴും സീക്രട്ടാക്കി വെച്ചേക്കാണ്. അപ്പോൾ അപ്പോഴാണ് 3 ഡയമെൻഷനുള്ള നമ്മൾ പ്രകൃതിയുടെ പ്രപഞ്ച രഹസ്യം അന്വേഷിക്കുന്നത്. നടക്കുന്ന കേസാണ്. ചൂടുള്ളക്കാള തെർമോമീറ്ററില്ലേ, പനിയുടെ ചൂടുള്ളക്കാള, ഈ സാധനം ചൂടുള്ളക്കാളല്ലേ? അതെ. നമ്മൾ ഇതുകൊണ്ടൊന്ന് ഉരുവിയ ലാവ ഇളക്കാൻ പറ്റുമോ? ഇല്ല. അതെന്ത് ഇത് ചൂടുള്ളക്കാളല്ലേ? ഉരുവിപ്പോ. അതേപോലെ നമ്മളെ തലച്ചോറിന് പ്രകൃതിയുടെ രഹസ്യം അളക്കാൻ വേണ്ടിയിട്ടൊരു കണക്ക് വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തോട്ട് മനുഷ്യ സൃഷ്ടിയുടെ തലച്ചോറിന് പറ്റൂല. പറ്റാത്ത കാര്യം നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മൾ ഇതിനകത്ത് കിടന്നാണ് ഈ ഭയങ്കര ഗവേഷണം ചെയ്തിട്ട് ബാക്കി അത്രയും ഭാവനയാണ്. തൊട്ടടുത്ത 4th ഡയമെൻഷൻ അനുഭവിക്കാൻ പറ്റൂല എന്ന് നമുക്ക്. പിന്നെങ്ങനെ ഈ 7-നും അപ്പുറമൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും?
ഈ പട്ടികൾ നമ്മളോടൊപ്പം തന്നെയാണ് ജീവിക്കുന്നത്. അപ്പൊ പട്ടികൾക്ക് എങ്ങനെയാണ് ഈ ഫോർത്ത് ഡയമെൻഷൻ കാണാൻ പറ്റും? അവരുടെ ആ കണ്ണുകൊണ്ട് കാണാൻ പറ്റും, നമുക്കും കാണാൻ പറ്റും. നമ്മളുടെ അക കണ്ണുകൊണ്ട് നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഭൗതിക മനസ്സ് കംപ്ലീറ്റും കട്ട് ചെയ്തിട്ട് ഭൗതിക ചിന്തയൊന്നും ഇല്ലാതെ ആ ശൂന്യമായിരുന്ന് നമ്മൾ ആത്മാവിന് ഒന്ന് ബൂസ്റ്റായി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാഴ്ചകളും കാര്യങ്ങളും കാണാം. അങ്ങനെ കാണാൻ പറ്റുമല്ലോ. ഇപ്പം ഇതൊന്നും ചെയ്യാതെ തന്നെ പലർക്കും കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ പറയുമ്പോൾ ഓരോരുത്തർ ചെറുപ്രായം മുതലേ അവരും ഇങ്ങനെ കാണുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അവരാരും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായതല്ല. ഇതൊക്കെ കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ ഇതൊക്കെ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് കണ്ടു തുടങ്ങിയ ആത്മാവ് കണ്ടു തുടങ്ങിയപ്പോഴേക്കും വയസ്സായിപ്പോയി, മരിച്ചു. അടുത്ത ജന്മത്തിൽ വരുമ്പോൾ ഈ ആത്മാവ് അതിൻ്റെ ബാക്കിയിലാണ് പറഞ്ഞത്. കഴിഞ്ഞ ജന്മത്തിൽ അവിടെ നിർത്തുന്നു, അതിൻ്റെ ബാക്കിയാണ് അടുത്തത്. അപ്പോൾ ജനിക്കുമ്പോഴേ ഈ കഴിവോടുകൂടിയാണ് ജനിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴേ ഈ അനുഭവം കിട്ടും. അതേസമയം ഇത് കേട്ടും കൊണ്ട് ഇങ്ങനെയുള്ള യാതൊരു അനുഭവം അനുഭവിക്കാത്ത ഒരാൾ ഇരുന്ന് മെനക്കെട്ട ചിലപ്പോൾ ഒരായുസ് കൊണ്ട് ഇത് കാണാൻ പറ്റുന്ന ലെവലിലെത്തൂല. ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എനിക്ക് ചെറുപ്രായത്തിൽ ഇങ്ങനെ അനുഭവം വരുന്നതിൻ്റെ കാരണം ഞാൻ മുൻ ജന്മങ്ങളിൽ ഇത് പ്രാക്ടീസ് ചെയ്ത് നേടിയ ആത്മാവാണ്. അതുകൊണ്ട് ഈ ജന്മത്തിൽ എനിക്ക് അതിൻ്റെ പ്രാക്ടീസ് വേണ്ടി വന്നില്ല. കുട്ടിയായിരുന്നപ്പോഴേ ആൾറെഡി ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഭൂമിയിലുണ്ട്. ഇപ്പം നമ്മൾ നിങ്ങളെ യൂട്യൂബ് ചാനലൊക്കെ തന്നെ ആൾക്കാർ പറഞ്ഞിട്ടുള്ളൂ, ഇവരൊക്കെ കഴിഞ്ഞ ജന്മങ്ങളിലൂടെ ഇത് നേടിയെടുത്തവരാണ്. ആ ആത്മാവ് അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ വരും. പക്ഷേ എന്ത് കുഴപ്പം പറ്റിയെന്ന് വെച്ചാൽ ഈ ആസുരിക പൈശാ ശക്തികൾ ഇവരെയൊക്കെ സ്വാധീനിച്ച് ഈ കഴിവിനെയും ഇവരെയൊക്കെ തെറ്റായ മാർഗത്തിൽ കൊണ്ടുപോയിക്കൊണ്ടേ ഇരിപ്പുണ്ട്. അതാണ് ഇവർ ഈ കഴിവും കാര്യങ്ങളല്ലേ കച്ചവടത്തിന് വേണ്ടിയിട്ടും ഭൗതിക സുഖത്തിന് വേണ്ടിയിട്ടും ഇങ്ങനെ ദുർവിനിയോഗം ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം സാധാരണപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങൾ, വിഷമങ്ങൾ ഇതെല്ലാം തീർത്തു കൊടുത്തൂടെ? ഇനി പറ്റൂല. ഇത്രയും നാൾ ഇത്രയുള്ള ആൾക്കാരെ കൊണ്ട് പ്രകൃതി ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. കാര്യം ആൾക്കാർക്ക് അറിവില്ല. പക്ഷെ ചെയ്യിപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോഴും പലർക്കും 2012 ശേഷം ഇനി ഉള്ള നിന്ന് വരും ഈ സംഗതി ആൾക്കാർക്ക് നിന്ന് വരും. കുറച്ചുകൂടെ കഴിഞ്ഞാൽ 2028 കഴിഞ്ഞാൽ ഒട്ടുമേ ഫലം വരില്ല. അക്കാര്യം ആ പ്രക്രിയ ഇങ്ങനെ നിന്ന് വരികയാണ്. ഇപ്പൊ പുതിയ കാലഘട്ടത്തിന്റെ പുതിയ രീതിയിലുള്ള കയറി പറഞ്ഞനുസരിച്ച് നേരത്തെ ഉണ്ടായിരുന്ന അതിന് ബൈബിളിലൊക്കെ കൃപാ കാലഘട്ടം എന്ന് പറയും. കൃപ ഫ്രീ, ഒരു യോഗ്യതയും വേണ്ട. അയ്യോ ദൈവം രക്ഷിക്കണമെന്ന് പറയുമ്പോൾ പോട്ട് എന്ന് പറയും. ആരെങ്കിലും കൂടെ ഒരു ഇതം കൊടുക്കും. പൈസ വാങ്ങിച്ചാലെന്ത് വാങ്ങിച്ചില്ലെന്ത് കരഞ്ഞു വിളിക്കുന്നവർക്ക് ഫ്രീ, നന്നാവണമൊന്നുമില്ല. നിന്റെ അസുഖം അല്ലെങ്കിൽ നിന്റെ പ്രശ്നം തൽക്കാലം സോൾവ്. ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കവേ മനുഷ്യരാരും നന്നാവണില്ല എന്ന്. പ്രശ്നം വരുന്നു, ആരെങ്കിലും കാണുന്നു, പ്രാർത്ഥിക്കുന്നു, കരഞ്ഞു വിളിക്കുന്നു, പ്രശ്നം സോൾവ് ആകുന്നു, വീട്ടിൽ പോകുന്നു. ഇപ്പൊ നമ്മൾ കണ്ട ശബരിമലയിലേക്ക് പോകുമ്പോൾ അറിയൂടെ, അങ്ങോട്ട് വ്രതവും കൊടുക്കുന്നു, പോകുന്നു, അവിടെ നിന്ന് മാല അഴിക്കുന്നു, അവിടെ നിന്ന് വെള്ളോടി തുടങ്ങി. അപ്പൊ ഇവരാരും നന്നാവണില്ല, ഒരു ആത്മാവും നന്നാവണില്ല. എല്ലാം ഈ കാര്യം സാധിക്കുന്നു, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പൊ യവന്മാരെ എന്തെങ്കിലും നന്നായി എടുക്കണ്ടേ? അതാണ് ഇപ്പൊ സ്ട്രിക്റ്റ് ആയത്. ഇനി പോയാൽ ഇങ്ങനെയൊക്കെ പോകുന്നവർക്ക് അടി കൂടുതലും കിട്ടും. അതാണ് ഇനി അങ്ങോട്ട് ഉള്ള കാലഘട്ടം. അതായത് ദൈവത്തെ കൂടുതൽ തൊഴാൻ പോകുന്നവർക്ക് ഇനി അടി കൂടുതൽ കിട്ടും. കാര്യം അങ്ങനെ പോകുന്നവൻ നന്നാകുന്നില്ലേ, അടി കൂടുതൽ കിട്ടും. അത് കാര്യം കാണാൻ കരുത കാലം പിടിക്കണതാ. കാര്യം അറിവില്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ നോക്കിയാലും മൊബൈലില് അറിവുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. അപ്പൊ ഇനി അറിഞ്ഞില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. എല്ലാം അറിയുന്നുണ്ടല്ലോ, അറിഞ്ഞു, പാലിച്ച. ഇതൊക്കെ അറിവുണ്ട്. ഇതൊരു കേൾക്കുന്നു, ഒരു കളയുന്നു. അവൻ ഇന്നലെ എങ്ങനെ ജീവിച്ചു അങ്ങനെ തന്നെയാണ് ഇന്ന് ജീവിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പം മനുഷ്യൻ എന്നാ വേണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് സ്ട്രിക്റ്റ് ആക്കുന്നത്. ഈ പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആളുകളുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അങ്ങ് പറഞ്ഞ രീതിയിലാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആർക്കും പറ്റില്ല. സൃഷ്ടാവാ ദൈവം ആണ് ഇനി നേരിട്ട് ചില ടീമുകൾ അയച്ചിട്ട്, ഞാൻ പറയാം, മറ്റേ പല ഡയമെൻഷനിൽ നിന്നും ചില ടീമുകൾ അയച്ച് ശരിക്കും ഏറ്റവും അൾട്ടിമേറ്റിൽ നിന്ന് ഏറ്റവും ഹൈയിൽ നിന്നാണ് ചില നിർദ്ദേശങ്ങളിലൂടെ ചില പ്രക്രിയകളിലൂടെ നടക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയിലുള്ള കൊച്ചു കൊച്ചു ശക്തികൾക്കൊന്നും ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു വിഷയം പ്രശ്നമൊക്കെ വന്ന് വരുമ്പോൾ ഈ അമേരിക്ക കയറി ഇടപെട്ടില്ലേ, ഇതേപോലെ തന്നെ. ഇതിപ്പോൾ ട്രംപ് സെമി ആയതുകൊണ്ട് ഇങ്ങനെ ആക്കി. ഇതേ ഒരു തിയറിയാണ്. അത് ചെറിയ കൈകളിലൊന്നും നിൽക്കാതെ വരുമ്പോൾ വലിയ ആൾ ഇടപെടും. ഈ ശക്തികൾ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റില്ല? അറിയാൻ പറ്റില്ല. നമുക്കറിയാം, നമ്മൾ അനുഭവത്തിലൂടെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ നമ്മളെ നെഗറ്റീവിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ നമ്മളെ നന്നാക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പം നീ ഇപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിന്റെ അമ്മയുടെ അടുത്ത് വഴക്കുണ്ടാക്കുന്നു, നീ ഒരു അനാവശ്യം പറഞ്ഞു, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കമ്മുന്നടിച്ച് വീണു, എങ്കിൽ നിന്നെ നിയന്ത്രിക്കുന്നത് പോസിറ്റീവാണ്. പിടികിട്ടിയ അതേസമയം നീ വീട്ടിൽ കിടന്ന് വിളക്കെ കാണിക്കുന്നു, അത്യാവശ്യം പൈസ മോട്ടിച്ചു, നിനക്ക് യാതൊരു പ്രശ്നം വരുന്നില്ലെങ്കിൽ വിചാരിച്ചോളണം നിന്നെ നിയന്ത്രിക്കുന്നത് പോസിറ്റീവല്ല. ഇങ്ങനെ അവരവരുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെയുള്ളവന് നെഗറ്റീവ് ശക്തി, ഞാൻ പറഞ്ഞ ആസുരിക ശക്തികളുണ്ട്.
ദൈവത്തിന്റെ കൂടെ ശിക്ഷയുടെ ശക്തികളുണ്ട്. അവരാണ് ഈ ശിക്ഷ തരണത്. ഇപ്പൊ കമന്ന് വീഴുന്നതിന്റെ കാരണം ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ശിക്ഷയുടെ ശക്തിയിലാണ് നിന്നെ കർമ്മഫലം തന്നത്. ഒരു കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നില്ല. എത്ര തോന്നിയാസത്തിൽ ജീവിച്ചിട്ടും ഹാപ്പി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവൻ വിചാരിച്ചോളണം അവൻ പൈശാചിക ശക്തികളുടെ നിയന്ത്രണത്തിലാണ്. അവർ കൊണ്ടുപോയിക്കോളും.